സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ കൊച്ചി നിയോജക മണ്ഡല സമ്മേളനം KPCC സെക്രട്ടറി തമ്പി സുബ്രഹ്മണ്യം ഉദ്ഘാടനം ചെയ്തു. പെൻഷൻകാരുടെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ചുള്ളിക്കലിൽ നടത്തിയ സമ്മേളനത്തിൽ പ്രസിഡന്റ് ഫ്രാൻസിസ് സേവ്യർ അധ്യക്ഷത വഹിച്ചു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ കൊച്ചി നിയോജക മണ്ഡലം സമ്മേളനം ചുള്ളിക്കൽ ചേംബർ ഓഫ് കൊമേഴ്സ് പാർക്കിൽ വെച്ച് നടന്നു. അസോസിയേഷൻ പ്രസിഡന്റ് ഫ്രാൻസിസ് സേവ്യർ അധ്യക്ഷത വഹിച്ച യോഗത്തിന് വൈസ് പ്രസിഡന്റ് KB ആന്റണി സ്വാഗതം ആശംസിച്ചു. KPCC സെക്രട്ടറി തമ്പി സുബ്രഹ്മണ്യം സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഇന്നൊരു തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. ആ തെരഞ്ഞെടുപ്പിനകത്ത് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള സെമി ഫൈനലിന്റെ റിഹേഴ്സലാണ് ഈ തെരഞ്ഞെടുപ്പ് എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ, ഞാൻ ഈ തെരഞ്ഞെടുപ്പിന്റെ ചുമതലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊച്ചി നഗരസഭയിലെ 13 വാർഡുകളുടെ ചുമതല പാർട്ടി ഏൽപ്പിച്ചിരിക്കുന്നത് കൊണ്ട് രാവിലെ തൊട്ട് ഫീൽഡുകളിൽ പോയി വരുമ്പോൾ CPM-കാരൻ വീടുകളിൽ കയറി പറയുന്നൊരു കാര്യമുണ്ട്, ക്ഷേമ പെൻഷനെ കുറിച്ച്. ഇവർ പറയുന്നത് കേട്ടാൽ നമ്മൾ വിചാരിക്കും ക്ഷേമ പെൻഷൻ കണ്ടുപിടിച്ചത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോ CPM ആണ് എന്ന് നമ്മൾ ചിന്തിക്കും. സമ്മേളനത്തിൽ സെക്രട്ടറി ജോർജ് തോമസ് റിപ്പോർട്ടും ട്രഷറർ ജേക്കബ് കുഞ്ഞുമോൻ വരവ് ചെലവ് കണക്കുകളും അവതരിപ്പിച്ചു. സംസ്ഥാന സെക്രട്ടറി ജോർജ് P. എബ്രഹാം മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ സെക്രട്ടറി CA അലിക്കുഞ്ഞ്, ജില്ലാ ജോയിന്റ് സെക്രട്ടറി ഷെയ്ഖ് ഫരീദ്, സംസ്ഥാന കൗൺസിൽ അംഗം TP ജാനേഷ് കുമാർ, ജില്ലാ കമ്മിറ്റി അംഗം AX ജോസഫ്, വൈസ് പ്രസിഡന്റുമാരായ KG രാമചന്ദ്രൻ, അബ്ദുൾ റഹ്മാൻ, KA ജോസഫ് എന്നിവരും സമ്മേളനത്തിൽ സംസാരിച്ചു. നിയോജകമണ്ഡലം കമ്മിറ്റി 2015-16 കാലഘട്ടത്തിലാണ് രൂപീകരിക്കപ്പെട്ടത്. അതിനുശേഷം കഴിഞ്ഞ 8-9 വർഷത്തോളമായി അങ്ങനെ വലിയൊരു മുൻതൂക്കം വളർച്ച നമുക്കുണ്ടായിട്ടില്ല. നമ്മളിപ്പോൾ പടിപടിയായിട്ടുള്ള വളർച്ച. റിട്ടയർ ചെയ്ത സംസ്ഥാന ഗവൺമെന്റ് ജീവനക്കാരുടെയും അധ്യാപകരുടെയും എല്ലാം ലഭിക്കേണ്ടതായ അനേകം ആനുകൂല്യങ്ങൾ, ശമ്പള പരിഷ്കരണം, കഴിഞ്ഞ ശമ്പള പരിഷ്കരണത്തിൻ്റെ അരിയർ, ധാരാളം DA കുടിശ്ശികകൾ, ഇതിനൊക്കെ പുറമെ മെഡിസെപ്പ് എന്ന പേരിൽ ഒരു പിടിച്ചുപറി, യാതൊരു പ്രയോജനവും ഇല്ലാത്തൊരു പിടിച്ചുപറി, ഇതിനൊക്കെ നമ്മൾ ഉത്തരം കണ്ടെത്തേണ്ട ഒരു സമയമാണ്. കൊച്ചി നിയോജക മണ്ഡലത്തിലെ പെൻഷൻകാരുടെ കൂട്ടായ്മയും ആവശ്യങ്ങളും ചർച്ച ചെയ്യുന്ന വേദിയായി സമ്മേളനം മാറി. 1/7/2024 മുതൽ നമുക്ക് ലഭിക്കേണ്ട പെൻഷൻ പരിഷ്കരണം ലഭിക്കുന്നില്ല. ഇങ്ങനെ കാതലായ ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് ഈ ആവശ്യങ്ങൾ നേടിയെടുക്കാനായിട്ട് KSPU-ക്കാർ ഒരു അനക്കവും നടത്തുന്നില്ല എന്നത് വളരെ ഖേദകരമായിട്ടാണ്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. പ്രീമിയം ക്വാളിറ്റി ഗ്രാനൈറ്റ്, ടൈൽസ്, സ്റ്റോൺ, AEC ബ്ലോക്ക്, സാനിറ്ററി തുടങ്ങി ഫ്ലോറിംഗിന് ആവശ്യമായ എല്ലാ മെറ്റീരിയൽസും ഏറ്റവും കുറഞ്ഞ വിലയിൽ ഇവിടെ ലഭ്യമാണ്. തറയിൽ ഗ്രാനൈറ്റ്സ്, MLA റോഡ്, പള്ളുരുത്തി.